സ്പെഷ്യൽ എന്ന് പറയുന്നത് താറാവ് കറിയാണ് കേട്ടാ. നല്ല കിടിലൻ താറാവ് കറി. അപ്പൊ നല്ല ചൂടോട് കൂടി നമുക്ക് താറാവ് കറി കഴിക്കാം. അപ്പൊ ഞാൻ ഈ താറാവ് കറി എങ്ങനെയാണ് വെക്കണേന്ന് കാണിക്കാം. അപ്പൊ താറാവിനെ ഇത് വേടിച്ച് ക്ലീൻ ആക്കി ഇത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു പാത്രത്തിലേക്ക് ഇട്ടു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടാ. എന്നിട്ട് ഇനി നേരെ ഇത് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. വേവിച്ചപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു 3 വിസിൽ കളഞ്ഞ് സിമ്മിലിട്ട് വീണ്ടും ഒരു വിസിൽ കളഞ്ഞ് ഓഫ് ചെയ്തു. പിന്നെ ഇതേ പാൻ അടുപ്പത്ത് വെച്ച് സവോള, വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഒന്ന് എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വീണ്ടും മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത്. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പിന്നെ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടു കേട്ടോ. അപ്പം അതൊന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ വെന്ത താറാവിനെയും കൂടി ഇട്ടു. നല്ലോണം അതിനെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഒന്ന് ഇട്ട് ഒന്നെല്ലാം ബാലൻസ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അതിനൊന്നും കൂടി ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒന്ന് നെടുകെ കീറി ഇടാണ്. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കും. ഇത്രയേ ഉള്ളൂ. താറാവ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പല രീതിയിൽ നമുക്ക് താറാവ് കറി വയ്ക്കാം. ഞാൻ ഇന്ന് വെച്ച രീതി ഇതാണ്. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.